ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് നീതു മാണി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 വലിയ ക്യാരറ്റ് എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. 3 കപ്പോളം ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. അതിനുശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരമൽ ചെയ്യാം. ക്യാരമൽ ചെയ്യാൻ വേണ്ടി ഒരു ചീഞ്ചട്ടി അടുപ്പേ വെക്കുക. 1 കപ്പ് ഓഫ് ഷുഗർ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 കപ്പ് ഷുഗർ 250 ml ആണ്. അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ക്യാരമലായി കിട്ടാൻ വേണ്ടിയിട്ട്. ക്യാരമൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതലുള്ള പണി നമ്മൾ ഈ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ. അതിനുശേഷം അതിലോട്ട് നമ്മൾ 1 കപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ ആഡ് ചെയ്യുന്നത് 250 ml കപ്പിൽ ആഡ് ചെയ്യണം. അത് പച്ചവെള്ളം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചൂടുവെള്ളം, അത് നമ്മുടെ ഇഷ്ടം. നീങ്ങി നിന്നിട്ട് വേണം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ദേഹത്തോട്ട് തെറിക്കുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിടാം. ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതൊന്ന് നന്നായിട്ട് തിളച്ച് ആ പഞ്ചസാരയെല്ലാം ഒന്ന് അതിൽ മെൽറ്റ് ആവണം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 കപ്പ് ഓഫ് ക്യാരറ്റ് ആഡ് ചെയ്യണം. ഈ ഒരു പരുവാകുമ്പോൾ ഓഫ് ചെയ്യണം. 8 ഇഞ്ചിൻ്റെ പാനാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കുത്തി നിറച്ചെടുക്കരുത്. ഓരോ സ്പൂണ് ഇട്ട് വേണം നമ്മളത് ഫില്ല് ചെയ്യാനായിട്ട്. ബേക്കിംഗ് പൗഡർ ഡബിൾ ആക്ടിങ്ങിനാണ് എടുക്കുന്നത്. അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഷുഗർ, പിന്നെ എടുത്തിരിക്കുന്ന ഒരു നട്ട്ബക്കാണ്. ജാതിക്കയുടെ കുരു ഗ്രേറ്റ് ചെയ്ത് 1/4 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്ത് 4 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒന്നേലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം വാനില എസൻസ് ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ബുഷിൻ്റെ വാനില എസൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബേക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് ബുഷിൻ്റെ വാനില എസൻസ് ആണ് ലാഭവും നല്ല ക്വാളിറ്റി ഉള്ള സാധനവും. അതിനുശേഷം നമുക്ക് ബീറ്റ് ചെയ്യാം. 1-ലിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. ഗ്രാജുവലി അത് നമുക്കൊരു 2-ലോട്ടാക്കി ബീറ്റ് ചെയ്തതിന് ശേഷം ഷുഗർ പൗഡർ 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് ഷുഗർ പൗഡർ 3-4 പ്രാവശ്യമായിട്ട് ബീറ്റർ 1-ലിട്ടതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബീറ്റർ 2-ലോട്ട് ഇടുക. അതിനുശേഷം അത് 3-ലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിനാവും. അന്നേരം നമുക്ക് അതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ 3-4 പ്രാവശ്യമായിട്ട് വേണം ഒഴിക്കാനായിട്ട്. ബീറ്റർ 1-ലിട്ട് വേണം മിക്സ് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് മൈദ ആഡ് ചെയ്യാം. മൈദ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുമിച്ച് ഇട്ട് നമ്മൾ കുത്തി ഇളക്കരുത്. അത് കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ക്ലോക്ക് വൈസിലാണ് നമുക്കിത് മിക്സ് ചെയ്യേണ്ടത്. ലാസ്റ്റ് കുറച്ച് മൈദ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ ക്യാരമൽ ചെയ്ത ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരമൽ ചെയ്ത ക്യാരറ്റും 3-4 പ്രാവശ്യമായിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ക്യാരമൽ ചെയ്ത ക്യാരറ്റ് മിക്സ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ, ആ മൈദ നമ്മൾ ഇതിനിടയിൽ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു പകുതിയോളം ക്യാരമൽ ചെയ്ത ക്യാരറ്റ് നമ്മൾ ആദ്യം മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദ അതിനിടയിൽ നമ്മൾ മിക്സ് ചെയ്യണം. അത് മുഴുവനിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ക്യാരറ്റ് ക്യാരമൽ ചെയ്തുണ്ടല്ലോ ആ വെച്ചിരിക്കുന്നത്, അതാണ് മിക്സ് ചെയ്യേണ്ടത്. പൊടി ലാസ്റ്റ് മിക്സ് ചെയ്യരുത്. പൊടി ലാസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. അതുകൊണ്ട് ലാസ്റ്റ് നമ്മളിതാ ഈ ക്യാരമൽ ചെയ്തിരിക്കുന്ന ക്യാരറ്റ് അതിലോട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് ലാസ്റ്റ്. ഇപ്പം ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ക്ലോക്ക് വൈസിൽ തന്നെ ഇത് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ വിസ്ക് കൊണ്ട് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്പാച്ചുല എടുക്കാം. സ്പാച്ചുല എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇരിക്കും, ലൂസായിട്ടല്ല, ഇച്ചിരി ഒരു കുഴമ്പം പരുവത്തിലായിരിക്കും. അപ്പം നമ്മൾ അതിനുശേഷം നമ്മൾ അത് മാറ്റി വെക്കണം. നട്ട്സ് 1/4 കപ്പ് ബദാം, ഇത് രണ്ടും കൂടി ഒരു പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മളതൊന്ന് ചൂടാക്കിയെടുത്ത് നന്നായിട്ട് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ലാസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാനിലോട്ട് ഇടാം. 8 ഇഞ്ചിൻ്റെ പാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സ്ക്വയർ ആണ് നല്ലത്, അല്ലെങ്കിൽ റൗണ്ട് ആണെങ്കിലും 8 ഇഞ്ച് തന്നെയാണ് നല്ലത്. അതിനുശേഷം ഈ സൈഡിലോട്ടൊക്കെ നമുക്ക് സ്പാച്ചുല വെച്ച് ജസ്റ്റ് ഒന്ന്
സ്പ്രെഡ് ചെയ്യാം. പിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഉണ്ടായിരിക്കും. ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ക്വയർ വെച്ച് ജസ്റ്റ് നമുക്കൊന്ന് അതൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുള്ളിൽ എയർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സ് എടുത്തിട്ടുണ്ട്. നട്ട്സ് നമ്മൾ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. താന്നു പോകാതിരിക്കാനെടുത്ത്. ഓവൻ സെറ്റപ്പാണ് ഇവിടെ. ഞാനിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി 5 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ടുണ്ട്. നമുക്ക് ഓവൻ സെറ്റപ്പിലോട്ട് വെക്കാം. അതിനുശേഷം ഒരു വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 60 മിനിറ്റ്സ് എടുത്തിരുന്നു ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇങ്ങനെ സ്ക്വയറോട് കുത്തി വെക്കുമ്പോൾ സ്ക്വയറിലൊന്നും കാണുന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതെനിക്ക് കാനഡയ്ക്ക് കൊടുത്തു വിടാനുള്ളതാണ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ളവരെല്ലാവർക്കും ഇത് സെയിൽ ചെയ്യാൻ പറ്റിയ കേക്കാണ്. ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.